ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് റിക്വസ്റ്റുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഐസ്ക്രീം കേക്ക്. ശരിക്കും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ? അപ്പം ഒരുപാട് പേരുടെ വായിൽ ഇപ്പോൾ വെള്ളം ഊറുന്നെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം കേക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും നല്ല ടേസ്റ്റി ആട്ടോ. നമുക്ക് രണ്ട് രീതിയിൽ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ ബിസ്ക്കറ്റ് വേണ്ട, കേക്ക് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണുക. അതേ സെയിം കേക്ക് നമുക്ക് ഈ ഐസ്ക്രീം കേക്കിന് ഉപയോഗിക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ആ കേക്ക് ഞാൻ ഇതുപോലൊരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രിങ്ങിൻ്റെ ടിന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ടിന്നെടുത്താൽ നമുക്ക് പെട്ടെന്ന് നല്ലപോലെ ഇളകി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തോളൂ, എന്നാലേ നമ്മുടെ ഐസ്ക്രീം കേക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും വെട്ടി കിട്ടത്തുള്ളൂ. ഇത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തോനെ എടുക്കുന്നുണ്ട്. ഒരു 20 ബിസ്ക്കറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതൊരു പാക്കറ്റാണ്, ഇതിൽ 10 എണ്ണം കാണും. അപ്പോൾ നമുക്ക് ഒരു 20 ബിസ്ക്കറ്റ് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ 10 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ബിസ്ക്കറ്റ് ഒരു കവറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊന്ന് കാണിക്കാം. ഇത് ഇച്ചിരി കൂടെ ഒന്ന് പൊടിയാനുണ്ട്, കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. നമുക്കിത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ടിന്നെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ബിസ്ക്കറ്റിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ഇട്ടത്. അപ്പോൾ നിങ്ങൾ കേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. കേക്ക് നിങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് ഒരു ലെയർ ഇട്ടു, എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. കേക്കാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് നിങ്ങളിത് കട്ട് ചെയ്ത കേക്ക് ഒരു ലെയർ ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചാലേ ഒന്ന് നല്ല സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടൂ. കേക്കാണെങ്കിൽ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ച് എടുക്കുക. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ സെറ്റ് ചെയ്തെടുത്തു. അരമണിക്കൂർ ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. കേക്കാണെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് ഐസ്ക്രീം വെച്ചാൽ മതി. ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഹോം മെയ്ഡ് ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഹോം മെയ്ഡ് ഐസ്ക്രീം ഞാൻ തന്നെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം, ഈ സ്പൂണിൽ കുറച്ച് വെള്ളം ഒന്ന് നനയ്ക്കണം, എന്നാലേ നമുക്ക് ഈ ഐസ്ക്രീം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തത്. കണ്ടോ, ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്താലേ നമുക്കിതിങ്ങനെ ഒന്ന് പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഇപ്പോൾ ഒരുപാട് പേരുടെ വായിൽ വെള്ളം ഊറുന്നെന്ന് എനിക്കറിയാം. അപ്പോൾ ശരിക്കും ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല അല്ലേ? എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് ഐസ്ക്രീം. അപ്പോൾ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി ബട്ടറുമായിട്ട് മിക്സ് ചെയ്ത ആ ബിസ്ക്കറ്റില്ലേ, അത് ബാക്കി കൂടി ഇട്ടിട്ട് എല്ലായിടവും ഒന്ന് പരത്തി നമുക്ക് വയ്ക്കാം. എന്നതിന് ശേഷം വീണ്ടും അതിൻ്റെ ടോപ്പിലായിട്ട് ബാക്കി ഐസ്ക്രീം നമ്മൾ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കും. അപ്പോൾ ഞാൻ എല്ലാ ഐസ്ക്രീമും നന്നായിട്ട് പരത്തിയെടുത്തു. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് മാറ്റി വെച്ചില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ, എന്നാലേ കുറച്ചുകൂടെ നല്ല ഭംഗി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന്
പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് പരത്തി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഫ്രീസറിൽ തന്നെ വെക്കുക. 1 മണിക്കൂർ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഐസ്ക്രീം സെറ്റായി. ഞാൻ 1 മണിക്കൂർ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് പുറത്തെടുക്കാം. ഇത് വളരെ ഈസി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതേ കണ്ടോ, അടിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലൊന്ന് പ്രസ് ചെയ്താൽ നമുക്കിതുപോലെ ഇങ്ങനെ പൊക്കി അങ്ങ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. പിന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കേക്ക് ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഐസ്ക്രീം അല്ലേ, ആർക്കും ഇഷ്ടമല്ലാത്തതല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേക്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വയ്യാത്ത മടിച്ച് കോതകൾക്ക് ഇതുപോലെ വീട്ടിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.